പേപ്പട്ടിയാണെന്ന് പറഞ്ഞു. അതുപോലെ അതിന്റെ തല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജമ്പ് ചെയ്ത് ഇങ്ങനെ വരില്ലേ? ഞാനങ്ങനെ വിളിച്ചു മോനെ തല വീണ് പോയി. ഞാൻ നേരം വെളുത്ത 6 മണി തൊട്ട് ഈ പട്ടിയെ കടിച്ചവരെല്ലാം അവിടെ ഉണ്ട്. പേ പിടിച്ച തെരുവ് നായയുടെ കടിയേറ്റ് 4 വയസ്സുകാരിയടക്കം 25ഓളം പേർക്ക് ഗുരുതര പരിക്ക്. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം ചിറക്കരയിലാണ് ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം തെരുവുനായ സ്കൂൾ കുട്ടികളെ ആക്രമിച്ചത്. സ്കൂൾ വിട്ട് അമ്മയോടൊപ്പം വരികയായിരുന്ന 4 വയസ്സുകാരി അതിഥിക്കും കടിയേറ്റു. സമീപത്തെ ഹോട്ടലുടമയായ മോഹൻദാസിനാണ് മുഖത്തും കൈകൾക്കും ഗുരുതര പരിക്കേറ്റത്. വൃദ്ധരായ സ്ത്രീകൾക്കും കടിയേറ്റിട്ടുണ്ട്. തുടർന്ന് പേപ്പട്ടിയെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു. കടിയേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ചിറക്കര സ്കൂളിന് സമീപം തെരുവുനായകളുടെ ശല്യം കൂടുതലാണ്. പഞ്ചായത്തിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. സ്കൂൾ വിട്ട് വരുന്ന സമയത്തായിരുന്നു. എത്ര മണിക്കായിരുന്നു? ഒരു 2:45 ആവും. അപ്പോഴത്തേക്ക് സ്കൂള് മഴയായോണ്ട് ഇന്നലെ നേരത്തെ വിട്ടതാ. എത്ര കുട്ടികളെ? 2 കുട്ടികൾ നടന്നു വരുമായിരുന്നു. സൈക്കിളും കൊണ്ട് നടന്നു വരുമായിരുന്നു. അപ്പോഴ് ഫ്രണ്ടിൽ നടന്ന കൊച്ചിനെ കടിക്കാനായിട്ടാണ് ഈ പട്ടി പോയത്. മേലിൽ നിന്ന് വരുമായിരുന്നു. കൊച്ചുങ്ങളെ താഴെ നിന്ന് വരുമായിരുന്നു. ഇറങ്ങിയത് നല്ല വിളിച്ചു കൊച്ചുങ്ങൾ. ഒരു 3-4 കടി കടിച്ചിട്ടുണ്ട് കൊച്ചിന്. നല്ല രീതിയിൽ ബ്ലഡൊക്കെ പോയായിരുന്നു. പേപ്പട്ടിയാണെന്ന് പറഞ്ഞു. അതുപോലെ അതിന്റെ തല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ടാ വന്നത്. പിന്നീടാണ് കണ്ടത്. ഇന്നലെ 3 മണിക്ക് 2:45 ആവും. അപ്പോഴാണ് എന്നെ കടിക്കുന്നത്. ഞാൻ അക്ഷയയിൽ പോയി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തുകൊണ്ട് ഞാൻ നടന്നു വരുന്ന വഴിക്ക് എത്താറായി. എൻ്റെ അവിടെ എത്താറായതും 1 സെക്കൻഡ് കൊണ്ട് വേറൊരു വഴിക്ക് കൂടെ വന്ന പട്ടി ചാടി വന്ന് എന്നെ കടിക്കുകയായിരുന്നു. ഓടി ജമ്പ് ചെയ്ത് വന്ന്. ഞാൻ പിന്നെ അതിന്റെ കൊങ്ങയൊക്കെ പിടിച്ചതുകൊണ്ട് ഇത്രയും, ഇല്ലെങ്കിൽ ഞാൻ വീണിരുന്ന് എന്നെ കടിച്ച് പറിച്ച് ശരിയായി. കയ്യിൽ കടിക്കുന്ന സമയത്ത് ഇതിനെ കഴുത്തിൽ പിടിച്ചു. കയ്യെ കടിച്ചപ്പോഴും ഞാൻ കഴുത്തിൽ പിടിച്ച്. പിന്നെ എന്നെ പരിക്കാണ്ട ഇങ്ങനെ കയറി പിടിച്ച് ഇങ്ങനെ പഠിച്ച് ഇനി എടുക്കേണ്ടതാണ്. പിന്നെ വിരല് കംപ്ലീറ്റ്. ഓ, ഞാൻ പിന്നെ പിടിച്ചത് കൊണ്ടാണ് ഈ കടിയൊക്കെ കിട്ടിയത്. അല്ലെങ്കിൽ എന്നെ മറിച്ചിട്ട് ശരിക്കും അപ്പോഴാണ് ഈ ഇങ്ങനെ പിടിക്കുകയല്ലേ. ഇത് ജമ്പ് ചെയ്ത് ഇങ്ങനെ വരല്ലേ. അത് പിന്നെ വിടുവോ? ഞാനും വിടുന്നില്ല, അതും വിടുന്നില്ല. അങ്ങനെയാണ്. ഒരുപാട് എന്നെ തള്ളിയിട്ട് കടിച്ചേനെ. നമുക്ക് ഒന്നാമത് കാല് സുഖമില്ല. അപ്പോഴ് നല്ലപോലെ കടിച്ച് കീറിയാനെ. ഇത് ഒരുപാട് കുട്ടികളെ കടിച്ച്. ഈ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ഒരുപാട് പേര് 10-20 പേര് എനിക്ക് മുമ്പ് തന്നെ ക്യൂ നിൽക്കുന്നു പട്ടി കടിച്ച ഇഞ്ചക്ഷൻ എടുക്കാൻ. അതുകൊണ്ട് എനിക്ക് തന്നെ ലേറ്റായി. ഓരോരുത്തരെ ഇത് ക്യൂ അനുസരിച്ചല്ലേ പറ്റൂ. ഈ മുറിവ് കുറച്ച് മാരകമായത് ചേട്ടനാണ്. എനിക്ക് ഇടുങ്ങി ഇന്ന് രാവിലെ വരെ ഇതായിരുന്നു. പിന്നെ കുഴമ്പിട്ടതിന് ശേഷമാണ് ഇങ്ങനെ നിൽക്കുന്നത്. നീരുണ്ട്. ഇപ്പം ഡോക്ടറെ കണ്ടിട്ട് വരെയാണ്. സർജനെ രക്തം നിൽക്കുന്നില്ലായിരുന്നു. ഇന്നലെ മൊത്തം ഇവിടെ ഇതായിരുന്നു. ഇവിടെ ഈ പട്ടിശല്യം, തെരുവ് പട്ടിയുടെ ശല്യം ഉള്ള സ്ഥലമാണോ? പട്ടികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ പേപ്പട്ടി നേരത്തെ അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഈ പട്ടി തന്നെ മറ്റു പട്ടികളെയും കടിച്ച്. അപ്പൊ ഇനിയിപ്പോ പ്രശ്നമില്ലേ, നടക്കാക്കത്തില്ല. ഇതിനെ നാട്ടുകാർ കൂടി അടിച്ചു കൊല്ലായിരുന്നോ എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല. അടിച്ചു കൊന്നു. അത് ഇവിടുന്ന് നേരെ പോയി ഒരു 7 പേരെ പിന്നെ കടിച്ചു. അവസാനത്തെ കൈക്കാണ് അടിച്ചു കൊന്നത് അവര്. ഒരു കൊച്ചുകുട്ടിയും കടിച്ചു. അത് സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടിയെ. ഞാൻ ഇവിടുന്ന് കുഞ്ഞിനെ വിളിക്കാൻ അങ്ങോട്ട് ചെന്ന് നിന്നതേ ഉള്ളു. നിന്നപ്പോ ഒരു പട്ടി സ്കൂളിൽ വലിയ വണ്ടി അവിടെ വരും MGM-ലെ. അപ്പൊ ഒരു പട്ടി ഇങ്ങോട്ട് ഓടി വന്ന് എന്നെ തന്നെ നോക്കുന്നു. പട്ടി ഞാൻ തന്നെ പോട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പട്ടി എന്റെ കാലെ കയറി അങ്ങ് ഓടിച്ചു. കാലെ പിടിച്ച് പട്ടി എന്ന് പറഞ്ഞ് ഞാൻ കറങ്ങിയപ്പോഴത്തേക്ക് പട്ടി എന്റെ വയറും മാക്സിയും കൂടെ അങ്ങ് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ മറിഞ്ഞു വീണു. ആ കനാലിന്റെ അരുവിന് ആ പോസ്റ്റിന്റെ കീഴിലോട്ട് കാണത്തില്ലായിരുന്നു ആരും.
ഞാനങ്ങ് മറിഞ്ഞു വീണ് ഈ പട്ടി എന്നെ ഇവിടെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു കൊച്ചന്നേരം സ്കൂട്ടറെ അത് കണ്ടില്ല ഞാൻ കിടക്കുന്നത്. ഞാൻ അങ്ങനെ വിളിച്ചു മോനെ, നിലത്ത് വീണോ? തറ വീണ് പോയി, ഞാൻ തറ വീണ് പോയി. ഇതിനെ ആക്രമിക്കായിരുന്നു. ഇതങ്ങ് അന്നേരം ഞാൻ പറഞ്ഞു മോനെ പട്ടി എന്ന് പറഞ്ഞപ്പോൾ എവയിലെ സ്കൂട്ടറും കളഞ്ഞിട്ട് ആ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വന്ന് 2 പ്രാവശ്യം അടിച്ചിട്ടേ ഈ പട്ടി മാറിയുള്ളൂ. അപ്പോഴത്തേക്ക് പട്ടി മാറിയപ്പോൾ പിന്നെ എനിക്ക് ഇന്നിക്കാൻ വയ്യ. കാലടിച്ച് തള്ളിയിട്ടതല്ലേ പട്ടി എന്നെ, അതും വയ്യ. പിന്നെ എല്ലാവരും കൂടെ ഒക്കെ പിടിച്ച് ഇന്നിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്കാണ് താഴെ ആണ്ട് പട്ടി അടിച്ച് എൻ്റെ അനിയനെ തന്നെ കാടിച്ച് പാരും ആക്കി കളഞ്ഞു ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അത് എന്നെ കടിച്ചിട്ട് വേറൊരു കൊച്ചിനെ കടിച്ച്, അതിനെ കടിച്ചിട്ട് പിന്നെ ഇത്തിരി പ്രായമുള്ളൊരു അമ്മയെ കടിച്ച്. എന്നിട്ട് നമ്മൾ ESI മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂ. നേരം വെളുത്ത 6 മണി തൊട്ട് ഈ പട്ടിയെ കടിച്ചവരെല്ലാം അവിടെ ഉണ്ട്. ഈ ഒരു പട്ടി തന്നെ എല്ലാവരെയും കടിച്ചത്. നേരം വെളുത്തപ്പോഴേ ഇല്ലയോ, നമ്മൾ ചെന്നപ്പോൾ നമ്മളൊക്കെ എത്ര ക്യൂവിലായിരുന്നു അറിയാമോ. എന്നിട്ട് ഞങ്ങൾ 8 മണിക്കാണ് വന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, പിന്നെ തോളിൽ 2 ഇഞ്ചക്ഷൻ എടുത്ത്, വയറ്റിലെ മുറിവിലെല്ലാം ഒത്തിരി ഇഞ്ചക്ഷൻ അത് പട്ടി എല്ലെല്ലാങ്ങാണ്ട് കയറി പിടിച്ചതാണ് കേട്ടോ. അന്നേരം ഞാൻ പട്ടി എന്ന് പറഞ്ഞ് മരിച്ചതുകൊണ്ടാണ് പട്ടി മാറിയത്. അങ്ങനെ അവനെയും കടിച്ച് കൊച്ചിനെയൊക്കെ കടിച്ച് 6 മണിക്ക് എൻ്റെ മോൻ ജോലിക്ക് പോകാന്നിട്ട് അവൻ്റെ കൂടെ ഉള്ളൊരു കൊച്ചിനെ പാൻറ്റേ കയറി പിടിച്ച്, അതിൻ്റെ പാൻറ്റ് കീറിപ്പോയി, പക്ഷെ കാല് കെട്ടിയില്ല. അപ്പോഴേ അത് നടന്ന് മൊത്തം താവണം പൊയ്യലും ചരക്കര സ്കൂളിൽ ട്യൂഷന് വിട്ട് വന്ന സൈക്കിളിൽ വന്ന 2 കൊച്ചുങ്ങളെ സൈക്കിളോടെ തള്ളിയിട്ട് കുഞ്ഞിനെ കടിച്ച് 4-5 ചന്തിയിൽ കടിച്ച് മുറിച്ച ആ പട്ടി. അങ്ങനെ പിന്നെ എന്നെയും അതാണ്ട് അപ്പുറത്തെ വീട്ടിൽ അനിയന് ബ്ലീഡിങ് നിൽക്കുന്നില്ല. വലിയ കടിയായിരുന്നു. കയ്യിലൊക്കെ കടിച്ച് പറിച്ചപ്പോഴത്തേക്ക് അനിയൻ എൻ്റെ പട്ടിയെ ഇങ്ങനെ കുരവളയ്ക്ക് പിടിച്ച് നിന്നുകൊണ്ട് അനിയൻ നടന്നു വരുമല്ലായിരുന്നു. അപ്പം പട്ടിയുടെ പല്ലുകൊണ്ട് കൂടെ അങ്ങ് കീറി പിന്നെ കൈ മുറിഞ്ഞത് ഒരുപാട് ആരത്തി മുറിഞ്ഞ്. പിന്നെ ഈ പട്ടി ചുണ്ടെല്ലാം കടിച്ചു കീറി. അങ്ങനെ ഇന്നലെ മുഖത്ത് കടി കിട്ടി. അനിയന് പിന്നെ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ 4000 രൂപയുടെ ഇഞ്ചക്ഷനാണ് വെച്ചത്, അലർജി ഉണ്ടായിരുന്നു. അപ്പം ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇന്നിപ്പം മറ്റേ നമ്മുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നപ്പോഴത്തേക്ക് അനിയൻ സർജനെ കാണാൻ പോയെന്ന് പറഞ്ഞു, ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ടേ. അങ്ങനെ ഇപ്പൊ അവര് അങ്ങോട്ട് പോയി. അനിയനാണ് തോന്നെ മുറിവ് പറ്റിയത്. ഈ പട്ടി കടിച്ചവരാണ് തോനെ പേരും. എല്ലാരും അത് നിറച്ചങ്ങ് ആളും ഉണ്ട്. നമ്മുടെ ജയലാൽ MLA വീടിന്റെ 2 വീടിന് ഇപ്പുറത്തോട്ടൊരു 3 വയസ്സേ കാണത്തുള്ള കൊച്ച്, അതിനെയും എടുത്തിട്ട് കടിച്ച്. അതിനെയും കടിച്ചിട്ട് പട്ടി ഓടിപ്പോയാണ് എല്ലാ വയസ്സായ അമ്മയെ കടിച്ച്. അതിനെ കടിച്ചപ്പോഴത്തേക്ക് ആളിലൊക്കെ ചെന്ന് അതിനെ അപ്പോഴേ അടിച്ചു കൊന്നു. എന്നെ കടിച്ചിട്ട് കുഞ്ഞുമേച്ചിയുടെ മോളെ കടിച്ചിട്ടാണ് അമ്മയെ കടിച്ചത്. കൊച്ചു കിടക്കുന്നുണ്ടോ? കൊച്ചിനെ കടിച്ചാണല്ലേ? നിങ്ങളെ കാല് കാണിച്ചു.